ഞാനിന്ന് ഇവിടെ ഒരു പേപ്പർ ഫോൾഡിങ് ആർട്ട് വർക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ന്യൂസ് പേപ്പറും കൊണ്ട് ഉണ്ടാക്കിയ ഒരു തോണിയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് തോണിയുടെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം കേട്ടോ. നമുക്ക് പേപ്പർ കൊണ്ട് ഒരു തോണി ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അത് നോക്കി ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തോണിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ ഞാൻ ഇതേപോലെ വരച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലൈറ്റ് ടു ഡാർക്ക് ഓർഡറിലാണ് ചെയ്യുന്നത്. ആദ്യം ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ മിഡ് ടോൺ പിന്നെ ഡാർക്ക് ടോൺ ആ ഒരു ഓർഡറിലാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എക്സ്ട്രാ വേറെ ടൂൾസോ കാര്യങ്ങളോ അഡീഷണൽ ആയിട്ടുള്ള ടൂൾസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പെൻസിൽ കൊണ്ട് മാത്രമാണ് ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നത്. ഷെയ്ഡ് എല്ലാം ബ്ലെൻഡ് ചെയ്യുന്നത് പെൻസിൽ യൂസ് ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ പേപ്പർ ഫോൾഡിങ് ആർട്ട് വർക്ക് ആയതുകൊണ്ട് തന്നെ, ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു തോണി ഉണ്ടാക്കുന്ന സമയത്ത് പേപ്പറിൽ കുറേ ചുളിവുകളൊക്കെ വീഴാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. ഓരോ ചുളിവുകളും മാർക്കുകളും എല്ലാം ഞാൻ ഇതേപോലെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എല്ലാം നോക്കി കറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ ആണല്ലോ, ന്യൂസ് പേപ്പർ ആണല്ലോ, അതിൻ്റെ മേലുള്ള ലെറ്റേഴ്സ് എല്ലാം നമുക്ക് ഇതേപോലെ എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ നല്ല രീതിയിൽ ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, കുറച്ചും കൂടി ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആർട്ടിസ്റ്റ് ബിനീഷ് എന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിലെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പം തന്നെ താഴെ കാണുന്ന ലിങ്കിൽ അല്ലെങ്കിൽ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. See you next video. Bye.